എക്സാമ്പിൾസ് ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം അതാണ് നമുക്കിനി അടുത്തത് പഠിക്കാനുള്ളത്. 3 എക്സാമ്പിൾസാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പ്ലാനറ്ററി മോഷൻ, ഷേപ്പ് ഓഫ് ഗാലക്സി, മാൻ ഓൺ എ റൊട്ടേറ്റിംഗ് ടേബിൾ. അപ്പോൾ നമുക്ക് ഓരോന്നും എങ്ങനെയാണ് ഓരോന്നിലും ആംഗുലാർ മൊമെൻറ്റം കൺസർവേഷൻ നടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പ്ലാനറ്ററി മോഷൻ നമുക്കറിയാം, നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത് ഒരു എലിപ്റ്റിക്കൽ പാത്തിലൂടെയാണ്. ഓരോ പ്ലാനറ്റ്സിനും അതിൻ്റേതായ ഒരു പർട്ടിക്കുലർ ഓർബിറ്റൽ പാത്ത് ഉണ്ട്, എലിപ്റ്റിക്കൽ ആയിട്ടുള്ള പാത്താണ്. ഇപ്പോൾ എലിപ്സിനെ അറിയാം, നമുക്ക് 2 ഫോസിയ ഉണ്ട് എലിപ്സിന്. അപ്പോൾ അതിലൊരു ഫോസിയയിലാണ് സണ്ണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടാവുക. എലിപ്റ്റിക്കൽ പാത്തിലൂടെ പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ സൺ ആൻഡ് ദ പ്ലാനറ്റ്സ്, അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിലാണ് ഈ ഒരു ഓർബിറ്റൽ മോഷൻ നടക്കുന്നത്. സണ്ണിന് ചുറ്റും കറങ്ങുന്ന റിവോൾവ് ചെയ്യുന്ന പ്ലാനറ്റ്സും സണ്ണും തമ്മിലൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അത് കാരണമാണ് ആ ഒരു ഓർബിറ്റൽ മോഷൻ സാധ്യമാവുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ ഫോഴ്സാണ്. ഒരു സെൻട്രൽ ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ അവിടെ ആംഗുലാർ മൊമെൻറ്റം, പ്ലാനറ്റിൻ്റെ ആംഗുലാർ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും. അതുപോലെ ഏരിയൽ വെലോസിറ്റി ഓഫ് ഈച്ച് പ്ലാനറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഇൻ ഇറ്റ്സ് ഓർബിറ്റ്. അപ്പോൾ അങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നോക്കൂ, m മാസ്സുള്ളൊരു പ്ലാനറ്റ്, അത് റിവോൾവ് ചെയ്യുന്ന എലിപ്റ്റിക്കൽ പാത്തിൽ സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്, അതായത് സണ്ണിൽ നിന്നും ഏതൊരു ഇൻസ്റ്റൻറ്റിലും അതിന് വരുന്ന പൊസിഷൻ എന്ന് പറയുന്നത് r ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ അതുപോലെ അതിൻ്റെ വെലോസിറ്റിയാണ് v വരുന്നത്, റിവോൾവ് ചെയ്യുന്ന വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി ഓഫ് ദ പ്ലാനറ്റ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ്, അതാണ് v. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം L = r(mv) എന്ന് വരും. അപ്പോൾ ഈ L = mrv അല്ലെങ്കിൽ rme എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്, അതായത് കൺസേർവ്ഡ് ആണ് ത്രൂ ഔട്ട് ദ മോഷൻ. അതുകൊണ്ട് നമുക്ക് ആംഗുലാർ മൊമെൻറ്റം കൺസേർവ്ഡ് ആയതുകൊണ്ട് അത് കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മാസിന് ഓൾറെഡി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് rv നമുക്ക് കോൺസ്റ്റൻ്റ് ആവണം, എങ്കിലാണ് L എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുള്ളൂ, അതായത് കൺസേർവ്ഡ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ rv = കോൺസ്റ്റൻ്റ്. L = mrv = കോൺസ്റ്റൻ്റ്, ദെൻ rv = കോൺസ്റ്റൻ്റ്. അപ്പോൾ ഈ rv കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ എപ്പോഴും എങ്ങനെയൊക്കെ വേണം, അതായത് r മാറാൻ ചാൻസ് ഉണ്ട്. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത്. r എന്നുള്ളത് സണ്ണും ആ ഒരു പ്ലാനറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസാണ്. അതിപ്പോൾ ഓരോരോ ഡിസ്റ്റൻസിൽ r ഡിഫറെൻ്റ് ആയിട്ട് വരുമല്ലോ, കാരണം ഈ ഏരിയ മൊത്തം കവർ ചെയ്ത് വരുമ്പോൾ r വാരി ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ r വാരി ചെയ്യുമ്പോൾ rv കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ v എന്നുള്ളത് നമ്മൾ അതിനനുസരിച്ച് മാറണം. അപ്പോൾ അതെങ്ങനെ, ഏത് രീതിയിൽ മാറുമ്പോഴാണ് ഈ ഒരു L എന്നുള്ളത്, ആംഗുലാർ മൊമെൻറ്റം എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്താൻ പറ്റുക എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് 2 റീജിയൻ, അതായത് നമ്മുടെ സണ്ണിൽ നിന്നും ക്ലോസസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് നിൽക്കുന്ന, അതായത് സണ്ണും പ്ലാനറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ക്ലോസസ്റ്റ് ആകുമ്പോൾ, അതായത് പ്ലാനറ്റ് ഈസ് അറ്റ് ദ ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ സൺ, അങ്ങനെ ആകുമ്പോൾ അതിന് പറയുക പെരിഹീലിയൻ എന്നാണ്, പെരിഹീലിയൻ. അതുപോലെ അപ്പോഹീലിയൻ എന്ന് പറഞ്ഞാൽ പ്ലാനറ്റ് ഈസ് അറ്റ് ദ ഫാർദസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ സൺ, അതായത് സണ്ണും പ്ലാനറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറേയും കൂടി കൂടുതലാവുമ്പോൾ നമ്മൾ അപ്പോഹീലിയൻ എന്ന് പറയും. അപ്പോഹീലിയനും പെരിഹീലിയനും എന്ന് പറഞ്ഞാൽ അടുത്തായിരിക്കുമ്പോൾ, അപ്പോഹീലിയൻ എന്ന് പറഞ്ഞാൽ അകലെ ആയിരിക്കുമ്പോൾ, പ്ലാനറ്റും സണ്ണും തമ്മിൽ അകലെ ആയിരിക്കും. ഈ 2 റീജിയനിലും എങ്ങനെയാണ് വെലോസിറ്റി, അപ്പോൾ ഈ 2 റീജിയനിലും r അപ്പം എങ്ങനെയായിരിക്കും, പെരിഹീലിയനിലാകുമ്പോൾ r സ്മോൾ ആയിരിക്കും, അതുപോലെ അപ്പോഹീലിയനിലാണെങ്കിൽ r ലാർജ് ആയിരിക്കും. അപ്പോൾ പെരിഹീലിയൻ റീജിയനിൽ നമ്മുടെ പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്ന സ്പീഡ് എങ്ങനെയാവണം, r കുറവായതുകൊണ്ട് v എന്തായാലും ഗ്രേറ്റസ്റ്റ് ആയിരിക്കണം. അതുപോലെ അപ്പോഹീലിയൻ റീജിയനിൽ r ലാർജ് ആകുമ്പോൾ ആ റീജിയനിൽ പ്ലാനറ്റ് ലോവസ്റ്റ് വെലോസിറ്റിയിലായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ രീതിയിലാവുമ്പോഴാണ് നമുക്ക് rv എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആക്കി നിർത്താൻ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ആംഗുലാർ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിട്ട് നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഫിഗർ നോക്കി നമുക്കത് മനസ്സിലാവും. r1 v1 = r2 v2 ആണ്. അങ്ങനെ ആകുമ്പോൾ സിൻസ് r1 ലെസ് ദാൻ r2 ആകുമ്പോൾ v1 ഗ്രേറ്റർ ദാൻ v2 ആയിരിക്കണം.
ഓക്കെ, അപ്പോൾ അത്രയാണ് പ്ലാനറ്ററി മോഷനിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഷേപ്പ് ഓഫ് ഗാലക്സി നോക്കാം. ഗാലക്സിയുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഷേപ്പാണ്. അത് അങ്ങനെ ആയിരിക്കുന്നത് ഈ ഒരു കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റവും റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. ഗാലക്സി എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർജ് നമ്പർ ഓഫ് സ്റ്റാർസ് വിത്ത് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫ്രീ ഗ്യാസസ്. ഇനീഷ്യലി ദ ഗാലക്സി ഈസ് എ സ്പെറിക്കൽ ഫോം റൊട്ടേറ്റിംഗ് അബൌട്ട് ആൻ ആക്സിസ് വിത്ത് ആൻ ആംഗുലർ മൊമെൻറ്റം എൽ. അങ്ങനെയായിരുന്നു. ഗാലക്സി എന്ന് പറഞ്ഞാൽ കുറേ നമ്പർ ഓഫ് സ്റ്റാർസും പ്ലാനറ്റ്സും ഒക്കെ കൂടിയിട്ടുള്ള ഒരു കൂട്ടമാണ്. അതുപോലെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫ്രീ ഗ്യാസസും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യ സമയങ്ങളിൽ ഗാലക്സിക്കൽ സ്പെറിക്കൽ ഫോമാണ് റൊട്ടേറ്റിംഗ്. അത് ആക്സിസിനെ വിത്ത് റെസ്പെക്റ്റ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിത്ത് ആംഗുലർ മൊമെൻറ്റം എൽ. അതാണ് ഫിഗർ 18 കാണിച്ചിട്ടുള്ളത്, 18A. ഇനി പിന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം ഇതിലുള്ള ഗ്യാസസ് കണ്ടൻസ് ചെയ്യും. പിന്നെ നമുക്കറിയാം ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സെൻട്രൽ ഫോഴ്സാണ്. അതുകൊണ്ട് തന്നെ ആംഗുലർ മൊമെൻറ്റം എങ്ങനെയായിരിക്കണം? കൺസേർവ്ഡ് ആയിരിക്കണം. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം എന്താ? L = RmV. അത് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ കൺസേർവ്ഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറയാം. അപ്പോൾ L = RmV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് എന്ത് മനസ്സിലാക്കാം? RV ഒരു കോൺസ്റ്റൻ്റ് ആണ്. RV = എ കോൺസ്റ്റൻറ്റ്. ഇനി മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ഈ ഒരു ഗ്യാസസ് പറഞ്ഞു. വെൻ ദ ഗ്യാസസ് കം ക്ലോസർ ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ then the particles from the axis of rotation decreases then velocity of the particles increased. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പറഞ്ഞു ഈ ഗാലക്സിയിൽ ഒരുപാട് ഗ്യാസസ് ആണുള്ളത്. ഹ്യൂജ് എമൗണ്ട് ഓഫ് ഗ്യാസസും ഉണ്ട്, അതുപോലെ സ്റ്റാർസും പ്ലാനറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പം ഈ ഗ്യാസസ് ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ കാരണം കൂടുതൽ അടുത്ത് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ RV എന്ന് പറഞ്ഞാൽ അത് നോക്കിക്കോ, അതിൽ R എന്താവും? അടുത്ത് വരുന്ന സമയത്ത് R കുറയും. R കുറയുമ്പോൾ എന്താവും? V കൂടണം, അതായത് വെലോസിറ്റി കൂടണം. അപ്പോഴല്ലേ RV കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി അപ്പോൾ കൂടണം. അവിടെ ആ ഒരു സെൻറ്റൻസ് മിസ്സിംഗ് ആണ്. വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾസ് ഈസ് ഇൻക്രീസ്ഡ് എന്നാണ്. അതിൽ വെറും പാർട്ടിക്കിൾസ് ഈസ് ഇൻക്രീസ്ഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളത് കറക്റ്റ് ചെയ്യണം. വെൻ ദ ഗ്യാസസ് കം ക്ലോസർ ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ദെൻ ദ പാർട്ടിക്കിൾസ് ഫ്രം the axis of rotation decreases then the velocity of particles is increased എന്നാണ് കേട്ടോ. അവിടെ വെലോസിറ്റി ഓഫ് എന്നുള്ള ഇല്ല, ജസ്റ്റ് പാർട്ടിക്കിൾസ് എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് നിങ്ങൾ എഡിറ്റ് ചെയ്യണം. പിന്നെ ഈ ഒരു ഇപ്പോൾ ഞാൻ പറഞ്ഞു വെലോസിറ്റി R, അതായത് നിങ്ങൾ ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം ഗ്യാസസ് ഈ ഒരു നമ്മുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ്റെ ഭാഗത്ത് പാർട്ടിക്കിൾസ് ക്ലോസർ ആയിട്ട് വരികയാണ്. ആ സമയത്ത് എന്തുണ്ടാവും? R സ്മോൾ ആവുന്ന സമയത്ത് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻക്രീസ് ആവും. വഴി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. എന്നിട്ട് ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നമ്മുടെ ആക്സിസ് ഓഫ് റൊട്ടേഷന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ബാലൻസ് ചെയ്യും. പിന്നെ ക്ലൗഡ് ഓഫ് ഗ്യാസസ്, അതായത് ഇവിടെയുള്ള ഈ ഗാലക്സിയിലെ ക്ലൗഡ് ഓഫ് ഗ്യാസസ് കൊളാപ്സ് ചെയ്യും. എങ്ങനെ? കൊളാപ്സ് അണ്ടർ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ എലോങ് ദ ഡയറക്ഷൻ പാരലൽ ടു ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ കീപ്പിംഗ് ദ ആംഗുലർ മൊമെൻറ്റം കൺസേർവ്ഡ്. അപ്പോൾ ഈ ആംഗുലർ മൊമെൻറ്റം കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്യാസസ് ക്ലൗഡ്, അതായത് ക്ലൗഡ് ഓഫ് ഗ്യാസസ് കൊളാപ്സ് ആവണം. അത് ചെയ്യുന്നത് ആരാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഏത് കമ്പോണൻ്റാണ്? ഏത് ഡയറക്ഷനിലുള്ളതാണ്? ആക്സിസ് ഓഫ് റൊട്ടേഷന് പാരലലായിട്ട് പോകുന്ന ആ ഡയറക്ഷനിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് ഈ ഒരു ക്ലൗഡ് ഓഫ് ഗ്യാസസിനെ കൊളാപ്സ് ചെയ്യുന്നത്. അതുവഴിയാണ് നമ്മുടെ ആംഗുലർ മൊമെൻറ്റം കൺസേർവ് ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഗാലക്സിക്ക് ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഷേപ്പ് കിട്ടുന്നത്. ദസ് ദ ഗാലക്സി ബിക്കംസ് ഫ്ലാറ്റൻഡ് ടു അക്വയർ ദ ഷേപ്പ് ഓഫ് എ കോൺകേവ് ലെൻസ് ആസ് ഷോൺ ഇൻ ഫിഗർ 18B. ബിയിലേതുപോലത്തെ ഒരു സ്ട്രക്ചർ, ഒരു ഷേപ്പ് ഗാലക്സിക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ്. ഈ നമ്മുടെ ആംഗുലർ മൊമെൻറ്റം കൺസേർവ്ഡ് ആയി കിട്ടുന്നതുകൊണ്ടാണ് ഗാലക്സിക്ക് ഈ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഷേപ്പ് കിട്ടുന്നത്. എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഈ രീതിയിൽ നമ്മുടെ ആംഗുലർ മൊമെൻറ്റം ഗാലക്സിയുടെ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട്, അത് കൺസേർവ്ഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ കൺസർവേഷൻ എങ്ങനെയാണ് സാധിക്കുന്നത് എന്നുള്ളത് നമ്മളവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ നോക്കി വയ്ക്കുക.
ഇനി അടുത്തൊരു എക്സാമ്പിൾ മാൻ ഓൺ എ റൊട്ടേറ്റിംഗ് ടേബിൾ എന്നുള്ളതാണ്. അവിടെ എങ്ങനെയാണ് ആംഗുലാർ മൊമെൻറ്റം കൺസർവേഷൻ നടക്കുന്നത്? നോക്കൂ, ഇവിടെ ആംഗുലാർ മൊമെൻറ്റം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊടുത്തിട്ടുണ്ട്. L = mRV = mr ഒമേഗ, അതായത് mr² ഒമേഗ. അതിൽ mr² എന്ന് പറഞ്ഞാൽ I ആണ്, അതായത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണ്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണ് I, mr². അപ്പോൾ നമുക്ക് I ഒമേഗ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒമേഗ എന്താണ്? ആംഗുലാർ വെലോസിറ്റി ഓഫ് റൊട്ടേഷൻ ആണ്. അപ്പോൾ L = അതായത് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് I ഒമേഗയാണ്. അതിൽ I എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണ്, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി ഓഫ് ദ റൊട്ടേഷൻ, ആംഗുലാർ വെലോസിറ്റി ഓഫ് ദ റൊട്ടേഷൻ ആണ്. റൊട്ടേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ചേഞ്ച് ആവും. ടോർക്ക് അപ്ലൈ ചെയ്യാണ്ട് തന്നെ നമുക്ക് ഒരു എക്സ്റ്റേണൽ ടോർക്ക് അപ്ലൈ ചെയ്യാണ്ട് തന്നെ ഈ ഒരു മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ളത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതായത് L = I ഒമേഗ എന്നുള്ളതിൽ I ചേഞ്ച് ആവും. അപ്പോൾ I മാറിക്കൊണ്ട് റൊട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ I ചേഞ്ച് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ L കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ അപ്പോൾ ഒമേഗയും ചേഞ്ച് ആവണം. ഒമേഗ എന്താ? ആംഗുലാർ വെലോസിറ്റി ഓഫ് ദ റൊട്ടേഷൻ. അപ്പോൾ I ചേഞ്ച് ആവുന്നു എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റിയും ഒപ്പം ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കും. എങ്കിലാണ് നമുക്ക് L എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒമേഗ എന്നുള്ളത് പ്രൊപ്പോർഷണൽ ടു I ആണെന്ന് പറയാം നമുക്ക്. I എങ്ങനെ മാറുന്നു അതേപോലെ ഒമേഗയും മാറും എന്നർത്ഥം. അപ്പോൾ ഒമേഗ പ്രൊപ്പോർഷണൽ ടു I ആണ്. ഇനി ഇവിടെ നമ്മൾ ഫിഗർ 19 നോക്കിയാൽ അറിയാൻ പറ്റും, ഒരു ആൾ ഒരു റൊട്ടേറ്റിംഗ് ടേബിളിൽ നിന്നിട്ട് നിൽക്കുവാണ്. അത് മൂപ്പരുടെ കയ്യിൽ എന്തുണ്ട്? 2 ഡംബൽ ഉണ്ട് അല്ലേ? 2 കൈയും ഔട്ട് സ്ട്രെച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് 2 കയ്യിലും ഓരോ ഡംബലുണ്ട്. ഡംബൽ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, റൊട്ടേറ്റിംഗ് ടേബിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് പോയിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ചിട്ട് ഈ 2 കൈയും അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിനോട് അടുത്തേക്ക് കൊണ്ടുവരികയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ ഡംബലും, അതായത് എന്താ പറയുക, ഡിസ്റ്റൻസ് ഓഫ് ദ ഡംബൽസ് ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്താവും? ഡിക്രീസായി അല്ലേ? ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്താ? അയാൾ നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ കൂടിയാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ പോകുന്നത്. അപ്പോൾ ഈ ഡംബൽ, അതായത് 2 കൈകളും ചെസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഡംബലും ആക്സിസ് ഓഫ് റൊട്ടേഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാവും? കുറയും. അങ്ങനെ ആകുമ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയും കുറയും. അങ്ങനെ അത് മാത്രമല്ല, നമ്മളവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ആ ഒരു സിസ്റ്റത്തിന് മുകളിൽ അപ്ലൈ ചെയ്യാത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ആംഗുലാർ വെലോസിറ്റി എങ്ങനെയാവണം? ആംഗുലാർ മൊമെൻറ്റത്തിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇൻക്രീസ് ആവണം. I ഒമേഗ ആണല്ലോ നമ്മുടെ ഇക്വേഷൻ. L = I ഒമേഗ ആണ്. അതിൽ L കോൺസ്റ്റൻ്റ് ആവണം. ഇപ്പോൾ ഈ രീതിയിൽ കൈ ചെസ്റ്റിനോട് അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ I കുറയുമെന്ന് നമ്മൾ പറഞ്ഞു, അതായത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഡിക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സും അപ്ലൈ ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ആംഗുലാർ മൊമെൻറ്റം എന്നുള്ള സംഭവം കൺസേർവ് ചെയ്ത് ഇരിക്കണമെങ്കിൽ നമ്മളവിടെ എന്താ? ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്ന ഒമേഗ കൂടണം. അതായത് I കുറയുമ്പോൾ ഒമേഗ കൂടണം, എങ്കിൽ മാത്രമേ L കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ആംഗുലാർ വെലോസിറ്റി കൂടണം. അപ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? ഈ ഒരു ആൾ കൈ ഔട്ട് സ്ട്രെച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ റൊട്ടേറ്റിംഗ് ടേബിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളതിനേക്കാളും സ്പീഡ് ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ 2 കൈകളും ചെസ്റ്റിനോട് ചേർത്ത് വെച്ചിട്ട് നിൽക്കുന്ന സമയത്ത്. ഈ ഡംബൽ ചെസ്റ്റിനോട് ചേർത്തിട്ടാണ് നിൽക്കുന്നത് വെച്ചാൽ ആ ഒരു ടൈമിൽ ഉള്ള റൊട്ടേഷൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും, അതായത് ആംഗുലാർ വെലോസിറ്റി കൂടുതലായിരിക്കും. ഈ ഒരു പ്രിൻസിപ്പിളാണ് റോളർ സ്കേറ്റിങ്ങിലും ഐസ് സ്കേറ്റിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് 3 എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനുള്ളത്.